പ്രണയം. ഒരു രാത്രിയിലായിരുന്നു തുലാമഴ ഭൂമിയോട് യാത്ര പറഞ്ഞു പിരിഞ്ഞത്. രണ്ടുപേരും പരസ്പരം സങ്കടങ്ങൾ കൈമാറി പിരിയുമ്പോൾ അങ്ങ് ദൂരെ നിന്നും ചന്ദ്രിക വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മഴയോട്, ഭൂമിയിലെ ജീവികൾക്ക് ഇനി എന്നെയും എൻ്റെ സൗന്ദര്യത്തെയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ തുലാമഴ ചോദിച്ചു, അതെന്താ പ്രിയേ അങ്ങനെ പറയാൻ? ഭൂമിയിൽ ആവശ്യത്തിലേറെയുള്ള വെളിച്ചത്തിനിടയിൽ കൂടി ഈ പാവം ചന്ദ്രികയെ ആര് ശ്രദ്ധിക്കാൻ? അപ്പോൾ മഴയും ഭൂമിയും കൂടി ചന്ദ്രികയോട് നിസ്സാരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രികയെ, ആ വെളിച്ചമൊക്കെ എത്ര കാലം നിലനിൽക്കുമെന്നാണ് കരുതിയത്? ഈ യാത്രയുടെ സൗന്ദര്യം നമുക്ക് 3 പേർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ മഴ മടങ്ങുന്ന വഴി രണ്ടുപേരോടായി പറഞ്ഞു, അല്ല, ഇനിയുള്ള രാത്രികൾ നിങ്ങൾ 2 പേർക്കും മാത്രമുള്ളതാണ്. ഇത് കേട്ടതും ചന്ദ്രിക ഭൂമിയെ നാണത്തോടെ കണ്ണോട് കണ്ണ് നോക്കി നിന്നു. പ്രകൃതിയുടെ സുന്ദരമായ ഒരു പ്രണയകാവ്യം. മലയാള സാഹിത്യ ലോകത്തും സംഗീത, സിനിമ, നാടക രംഗങ്ങളിലുമെല്ലാം തൻ്റെതായിട്ടുള്ള ഇടം കണ്ടെത്തിയ പ്രതിഭാശാലികളായ ഒത്തിരി വ്യക്തിത്വങ്ങൾ നിലമ്പൂരിന്റെ മണ്ണിൽ പിറവി കൊണ്ടിട്ടുണ്ട്. ആ ശ്രേണിയിലേക്ക് നിലമ്പൂരുകാരനായ രാമൻകുത്ത് സ്വദേശി അബ്ദു രാമൻകുത്ത് രചിച്ച ദിൽവാറിന്റെ കോഴികൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കുഞ്ഞു കഥയാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അബ്ദു രാമൻകുത്തിന്റെയും അദ്ദേഹത്തിന്റെ കഥാസമാഹാരത്തിന്റെയും വിശേഷങ്ങളിലേക്ക്. നമസ്കാരം സർ. മലയാള സാഹിത്യ ലോകത്ത് സ്വന്തം പേരിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞ ഈ ഒരു നിമിഷത്തിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമായി. ഈ പുസ്തകം ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു പുസ്തകം ഇറക്കാന്നുള്ളത്. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഈ പുസ്തകം പ്രകാശനം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. സത്യം പറയണമെങ്കിൽ എനിക്ക് ഈ പുസ്തകം ഇറക്കാൻ വലിയ ധൈര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ധൈര്യം തന്നത്. സുഹൃത്തുക്കളുടെ സപ്പോർട്ടിലാണ് അതെ ഈ പുസ്തകം ഇറക്കിയത്. ഈ പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിച്ച സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇത് ഒരുപാട് ഓർമ്മകളുടെ ഒരു സമാഹാരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത്രത്തോളം ജീവിതാനുഭവങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചുമുള്ള കഥകളാണ് എന്നുള്ളത് ഒറ്റ വായനയിൽ തന്നെ തീർച്ചയാണ്. ഇത് നിലമ്പൂരിന്റെ മണ്ണിൽ കണ്ട അനുഭവങ്ങൾ മാത്രമാണോ, അതോ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും? അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാട്, അതുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ തന്നെയാണ് അതിൽ ഭൂരിഭാഗവും. ഇപ്പോ ഞാൻ പറഞ്ഞത് എൻ്റെ നാട്, ഞാൻ പിന്നെ കുളിക്കാൻ പോയ പുഴകൾ, അതുപോലെ പാടങ്ങൾ, പിന്നെ ചെറുപ്പത്തിലെ ദാരിദ്ര്യത്തിലൂടെ ജീവിച്ച അനുഭവങ്ങൾ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പുസ്തകങ്ങളിൽ കടന്നു വരുന്നത്. നിങ്ങൾ നേരത്തെ സംസാരിച്ചു ഇപ്പൊ ദാരിദ്ര്യം കടന്നു വന്ന ഒരു ബാല്യവും കൗമാരവും ഒക്കെ, അവിടെ വായനക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് വായനയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നു? വായന നിങ്ങൾക്ക് അന്ന് എത്രത്തോളം ആശ്വാസം പകർന്നിരുന്നു? സത്യം പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയിട്ടാണ് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ എഴുതിയിട്ടാണ് വായിക്കാൻ തുടങ്ങിയത്. അത് ആരും അത്ര വിശ്വസിക്കില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ, സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഓരോ 4 വരി എഴുതുമ്പോൾ പറയും, നീ വായിക്കാതെ എനിക്ക് എങ്ങനെ എഴുതാൻ കഴിയും? അങ്ങനെയുള്ള ഒരു സംഭവം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് വായനയിലൂടെയാണ് എഴുത്തിലേക്കുള്ള വഴി. അത് എന്താന്ന് പറഞ്ഞാല്, എനിക്ക് അതിനുള്ള പ്രോത്സാഹനം തരാന് അതിനുള്ള ഒരു സുഹൃത്തുക്കളെ ഞാൻ കണ്ടെത്തിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ എഴുതാൻ തുടങ്ങിയത് തന്നെ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമാണ്. അവിടെയാണ് എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടായത്. 1-2 സുഹൃത്തുക്കൾ, എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള 1-2 സുഹൃത്തുക്കൾ എനിക്ക് കിട്ടാൻ സാധിച്ചു. അതെനിക്ക് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അവര് നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും എഴുതി പോരുത്, വായിക്കാതെ നീ ഒരിക്കലും എഴുതി പോരുത് എന്നവര് എന്നോട് ഇതുപോലും മറന്നുപോയി. നീ ഒരിക്കലും വായിക്കാതെ എഴുതി കഴിഞ്ഞാൽ നീ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു എഴുത്തുകാരൻ, കുട്ടികൾ തെരുവിലൂടെ കളിയാക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട് നീ മാറുന്നു പറഞ്ഞു എന്നെ ഭയപ്പെടുത്തി. അതിനുശേഷമാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ വായിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഞാൻ ശരിക്കും എഴുത്തിലേക്ക് എൻ്റെ മനസ്സ് തിരിഞ്ഞത്. അടുക്കളയിലെ ഉമ്മ എന്നുള്ള ആദ്യത്തെ അധ്യായം, അതിൽ ഉമ്മയോട് ഏറ്റവും അടുപ്പമുള്ള ഒരു മകനായിട്ട് സുബൈർ എന്നൊരു കഥാപാത്രം വരുന്നുണ്ട്.
ജീവിതത്തിൽ ഉമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമായിരുന്നു? ആ ആത്മബന്ധം എത്രത്തോളം ഈ കഥയിൽ പ്രതിഫലിക്കുന്നുണ്ട്? ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. കാരണം അത്രത്തോളം ആത്മബന്ധം ഉണ്ടാവുമല്ലോ ഏതൊരു മക്കൾക്ക്. അന്ന് ദാരിദ്ര്യത്തിലൂടെ ജീവിക്കുന്ന കുടുംബങ്ങൾ, അവർക്ക് ഒരു നേരത്തെ ഒരു ദിവസം ഒരു 1-2 ഇറച്ചി കഷ്ണം കിട്ടുക, കോഴി കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നേർച്ചക്കോയിന്റെ കഷ്ണം. ഉമ്മാക്ക് നേർച്ചക്കോയിന്റെ പ്രാധാന്യമാണ് ഉമ്മ ചിന്തിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ മക്കൾക്ക് പിന്നെ ഒരു നേരത്തെ ഭക്ഷണം ഇറച്ചി കഷ്ണം കിട്ടുക എന്ന് പറഞ്ഞാല് അതിലും വലിയ സന്തോഷമുള്ള കാര്യമില്ല. അപ്പോ എന്താ പറയാ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ദാരിദ്ര്യം കഷ്ടപ്പെട്ട്, പിന്നെ അന്ന് കോഴി നടക്കുന്നത് പള്ളിക്കലെ മൂല്യരും കാലിയരും മുക്കുരിയൊക്കെയാണ്. അത് വീട്ടുകാരെ അറുത്ത് കഴിഞ്ഞാൽ തന്നെ അന്ന് അവര് കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല. അത് ഒരു പ്രത്യേക ഒരു എന്താ പറയാ, ഇന്നിപ്പോ നേരെ തിരിച്ചാണ്. ഇന്നിപ്പം ആ കാലഘട്ടത്തിൽ നിന്ന് മാറി വിശ്വാസങ്ങൾ, എനിക്കൊന്നും വിശ്വാസങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. കാരണം കോയിനെ ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണം, നമ്മളെ കൺമുന്നിൽ നിന്ന് ആരാണ് കോയിനെ ഇറക്കണത്, ജന്തിനടുത്ത്, അങ്ങനെയുള്ള ഒരു സംസാരമൊന്നും അവിടെ വരുന്നില്ല. എത്ര കോഴി വാങ്ങി പോവാ, പാകം ചെയ്യാ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരുപാട് പുരോഗമനം ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എന്റെ ശ്രദ്ധ തിരിഞ്ഞത്. കാറ്റു വിതച്ചത്. അത് വിശ്വാസം എന്നതിനപ്പുറം അന്ധമായ ഒരു വിശ്വാസത്തെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും. മന്ത്രവാദ ചികിത്സയും അതിനുശേഷമുള്ള പ്രത്യാഘാതങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു കാലഘട്ടത്തിന്റെ നേർചിത്രം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എന്നാൽ പോലും ഇന്നും അത്തരം അനീതികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു, സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ചൂഷണങ്ങൾ എന്താ പറയാ, ഞങ്ങളെ നാട്ടിൽ തന്നെ ഇത്തരം പിന്നെ അന്ധമായ വിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്. എത്രത്തോളം വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൽ നിന്ന് ഇതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. അത് വെച്ചിട്ടാണ് ഇവര് മുതലെടുക്കുന്നത്. ആ ഒരു സംഭവമാണ് ഞാൻ എന്റെ കഥയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു എഴുത്തൊരു സാമൂഹിക പ്രതിബദ്ധത കൂടി. അല്ല, ആ കഥയിൽ എനിക്ക് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചില കോണുകളിൽ നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്ക് എന്റെ മനസ്സിന് സംതൃപ്തി എന്താണോ കിട്ടുന്നത് ഈ എന്റെ എഴുത്തിലൂടെയാണ്. ഒരാളെങ്കിലും ആ തെറ്റിൽ നിന്ന് തിരുത്തപ്പെടാനുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ് ഞാൻ. മറ്റൊന്നിലേക്ക് വരുമ്പോ ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. പക്ഷെ അതിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യാസപ്പെട്ടിട്ട് പ്രവാസം കൂടുതൽ ഈ കഥാസമാഹാരത്തെ അലങ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. 3-4 കഥകളിലൊക്കെ പ്രവാസത്തിന്റെ വ്യത്യസ്ത മേഖലകൾ, ഇതുവരെ ആരും പറഞ്ഞു വെക്കാത്ത കൺകോണിൽ നിന്ന് പ്രവാസത്തെ കാണാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബാല്യകാല സഖി. കാരണം ജീവിതത്തില് ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളരുന്ന ഒരു പെൺകുട്ടി ആ ഗ്രാമങ്ങളൊക്കെ വിട്ട് പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ആരും ആ കുട്ടിയുടെ മനസ്സെന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ താങ്കൾ അതിനെ വളരെയധികം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളൊക്കെ നേരിട്ട് കണ്ട അനുഭവങ്ങൾ തന്നെയാണോ? അത് ശരിക്കും ഞാൻ ആ കഥ എഴുതിയത് പ്രവാസത്തെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ്. പക്ഷെ എനിക്കത് നാട്ടിലേക്ക് ആണ് ഞാൻ ചിന്തിച്ചത് അവിടുന്ന്. അതുപോലെ പിന്നെ അത്തരം കഥാപാത്രങ്ങൾ, അത്തരം ജീവിതങ്ങൾ നമ്മുടെ നാടുകളിൽ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വൃദ്ധസദനങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ ഈ പ്രായമായവരെ നോക്കാൻ ഒരിക്കലും സമൂഹം അനുവദിക്കുന്നില്ല. ജോലി തിരക്കുകൊണ്ട് അവർ അനുവദിക്കുന്നില്ല, സമയമല്ല. അതെന്നാണ്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ ആ കഥയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പേന കയ്യിലെടുക്കുക എന്നാൽ പോരിനിറങ്ങുക എന്നാണ് സാധാരണ പറയാറുള്ളത്. അതിന് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഈ കഥാസമാഹാരത്തിൽ എനിക്ക് കാണാനിടയായി. അതിലൊന്നാണ് നിശബ്ദ ജന്മങ്ങൾ. ഒരു മേശവലിപ്പിൽ നിന്ന് നിരോധിക്കപ്പെട്ട ഒരു നോട്ടും അപ്പോൾ നിലവിലുള്ള ഒരു നോട്ടും തമ്മിലുള്ള ഒരു സംഭാഷണം. അതില് 1000ന്റെ നോട്ട് പറയുന്നുണ്ട്, നീ ഭാഗ്യവാനാണ്, നിനക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും മനസ്സിലായല്ലോ. അത് ശരിക്ക് ജനങ്ങളോട് പറയേണ്ട അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കൂടിയല്ലേ ആ ഏറ്റെടുത്തത്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ നോട്ട് നിരോധനത്തിന് ശേഷം ശരിക്കും അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ജനങ്ങൾ അന്ന് ഒത്തിരി
എന്താ പറയാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നോട്ട് നിരോധനത്തിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം എവിടെ പോലെ പാവങ്ങളൊക്കെ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു മേഖലയായിട്ട് എഴുത്തിനെ താങ്കൾക്ക് ഇനിയും സജീവമായിട്ട് താങ്കളെ കാണാനാവുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. വീണ്ടും നമുക്ക് പ്രവാസത്തിലേക്ക് വരാം. പ്രവാസത്തിൽ ആരും കാണാത്ത, ആരും പറയാൻ കൊതിക്കുന്ന, അല്ലെങ്കിൽ ആരും ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ പ്രവാസത്തിലൂടെ നിങ്ങൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബാല്യകാല സഖി ആയാലും, സംരക്ഷണ വേലി, ഉപ്പാന്റെ മരണവിവരം അറിയാൻ വൈകിപ്പോയി, അറിഞ്ഞിട്ട് പോലും അതിനൊന്നും പ്രതികരിക്കാനോ ഒന്നും പറ്റാതെ നിസ്സഹായനായി പോകുന്ന ഒരു മകന്റെ അവസ്ഥ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തിയ ഒരു അറേബ്യൻ പൗരന്റെ യുവതിയായ ഭാര്യയുടെ ജീവിതത്തെ എങ്ങനെയാണ് മലയാള മണ്ണിൽ നിന്ന് പോയ ഒരാള് കാണുന്നത് എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞ വരികളില് അത് നിങ്ങളുടെ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഈ എഴുത്തിലേക്ക് കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു? പഠിക്കുന്ന കാലത്ത് ഇത്തരം എഴുത്തുകളിൽ സജീവമായിരുന്നു? ഇല്ലല്ല, ഞാൻ ഈ എഴുത്ത് തുടങ്ങിയത് തന്നെ പ്രവാസത്തിന് ശേഷമാണ്. അതിന് മുന്നേ എനിക്ക് എന്താ പറയുക, ഞാൻ ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ എഴുതും. പക്ഷെ അത് അവര് കൂട്ടുകാർക്കും ഒന്നും അറിയില്ല. ഒക്കെ ഞങ്ങൾ ഒരേപോലെ തന്നെയാണല്ലോ. കാരണം എഴുത്ത് എന്താണ്, അങ്ങനത്തെ ഒരു എഴുത്തായിട്ടൊരു ബന്ധമൊന്നുമില്ലെങ്കിലും എനിക്കത് കുറേശ്ശെ ഞാൻ എഴുതി തുടങ്ങിയിരുന്നു. പക്ഷെ അത് എന്തിനാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എഴുതുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു. എന്താ പറയാ, പിന്നെ എഴുത്ത് ശരിക്ക് എഴുതി തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ വായിക്കാതെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു സുഹൃത്ത് വലയം എനിക്ക് ഗൾഫിൽ നിന്നാണ് കിട്ടിയത്. അവിടെ നിന്നാണ് ഞാൻ എഴുത്ത് തുടങ്ങിയിട്ടുള്ളത്. ഉമ്മയെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. അതുപോലെ തന്നെ ഉപ്പയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ അധ്യായത്തില്, അടുക്കളയിലെ ഉമ്മ എന്നുള്ള ആദ്യ അധ്യായത്തില് കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാത്ത ഒരു ഉപ്പയെയാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ ചാരുകസേര എന്നുള്ള കഥയില് ഉപ്പയും ഉപ്പയുടെ മരണശേഷം ആ ഉപ്പയുടെ ഓർമ്മകൾ നിലനിർത്താൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മകനെയും നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ ഉപ്പയുമായിട്ടുള്ള ആത്മബന്ധം എത്രത്തോളം? ഉപ്പാക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്നല്ല, ഉപ്പാക്ക് ഒരു ജീവനെ കൊല്ലപ്പെടുണ്ടാകുന്ന ആ ഒരു പിൻവാങ്ങല്, അത് മാത്രമേ അവിടെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഉപ്പ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉമ്മയായിരുന്നു ഏറ്റെടുത്തിരുന്നത്. അന്നത്തെ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് ഉത്തരവാദിത്തങ്ങൾ, ഉമ്മാന്റെ ഉത്തരവാദിത്തങ്ങൾ ഇല്ല പോലെ ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരണം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഉപ്പ എന്ന് പറഞ്ഞാൽ അന്ന് എന്താ പറയാ, രാവിലെ പോവുക, പിന്നെ വൈകുന്നേരം വീട്ടിൽ വരിക. എന്നാലും എനിക്ക് ഉപ്പാന്റെ ഓർമ്മകൾ, ഉപ്പ ഒരു നല്ലൊരു പ്രകൃതി സ്നേഹിയായിരുന്നു. കുടുംബത്തോട് നല്ല സ്നേഹമുള്ളൊരു പിതാവ് തന്നെയായിരുന്നു എൻ്റെ ഉപ്പ. രക്തക്കറയുള്ള, രക്തത്തിന്റെ രുചിയുള്ള മാമ്പഴങ്ങൾ, പ്രണയത്തിന് ഒരു രക്തത്തിന്റെ നിറം കൊടുക്കുന്നത് പോലെ തന്നെ അത്രത്തോളം വേദനയും കൂടിയുള്ള ഒരു പ്രണയകാവ്യാണ് ആ കഥയിൽ അനുഭവപ്പെട്ടത്. ഒരു നിരാശ, ഒരു പ്രണയത്തിന്റെ നൈരാശ്യം ഒക്കെ ആ കഥയിൽ വളരെയധികം വ്യക്തമാക്കി അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്റെ ചോദ്യം, ദിൽവാറിന്റെ കോഴികൾ എന്ന കഥ, അതാണല്ലോ പുസ്തകത്തിന്റെ ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത്. ഈ 12 കഥകളിൽ നിന്ന് ഈ കഥയുടെ പേര് തന്നെ പുസ്തകത്തിന് പേരിടാൻ താങ്കൾ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള? ഞാൻ ആദ്യം പുസ്തകത്തിന് ചാരുകസേര, ഉപ്പാന്റെ ചാരുകസേര എന്നായിരുന്നു ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് എനിക്ക് തോന്നിയത് ദിൽവാറിന്റെ കോഴികൾ എന്തുകൊണ്ടും അത് നല്ലതാവുന്നു. കാരണം ദിൽവാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിന്റെ പേരാണ്. പിന്നെ കൂടുതലും പ്രവാസത്തിന്റെ കഥകൾ കൂടിയാണ്. അതെ, ഒരു ബംഗ്ലാദേശുകാരന്റെ പേരാണ് ദിൽവാറിന്റെ കോഴികൾ, ദിൽവാർ. അപ്പോൾ എനിക്ക് തോന്നി അതിനൊരു കൗതുകം ഉണ്ടെന്ന് തോന്നി. അങ്ങനെ അതാണ് ഞാൻ അതിന്റെ പേരിടാൻ കാരണം. ഏറ്റവും കൂടുതൽ സ്നേഹം നിഴലിച്ചു കാണുന്ന ഒരു കഥ കൂടിയാണ് ദിൽവാറിന്റെ കോഴികൾ. അത് പ്രവാസ ജീവിതം കൊണ്ട് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നും വന്ന ഒരു കഥയാണ് ദിൽവാറിന്റെ കോഴികൾ. സത്യത്തിൽ താങ്കൾ എത്ര വർഷം പ്രവാസിയായിരുന്നു? ഞാന് 15 വർഷം പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പ്രവാസ ജീവിതത്തിന്? ഞാനിപ്പോ പ്രവാസം അവസാനിച്ചിട്ട് ഇപ്പോ നാട്ടിൽ തന്നെയാണ്. 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിലമ്പൂർ പാലിയേറ്റീവില് വളണ്ടിയറും ഡ്രൈവറൊക്കെ ആയിട്ട് അങ്ങനെ സേവനം അനുഷ്ഠിച്ച് അങ്ങനെ പോകുന്നു. മലയാള സാഹിത്യത്തിൽ ഇതിനോടകം നിങ്ങൾ നിങ്ങളുടെ പേര് അടയാളപ്പെടുത്തി കഴിഞ്ഞു.
ഇനിയും ഒത്തിരി വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ടെന്നറിയാം. എങ്കിലും ഇത്രത്തോളം വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് നിറഞ്ഞ സ്നേഹം അറിയിക്കട്ടെ. ഇതിനേക്കാൾ മികച്ച രചനകളുമായി ഇനിയും നമുക്ക് കാണാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം